വചനവയൽ കിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ദിനങ്ങളുടെ 12ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഈ എപ്പിസോഡിലെ 5 ചോദ്യങ്ങളും അവയുടെ സൂചനകളും ശ്രദ്ധയോടെ കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ. നബുക്കദ്നേസറും അർഫക്സാദും തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. തന്റെ ഭരണത്തിന്റെ 17ാം വർഷം നബുക്കദ്നേസർ തന്റെ സൈന്യത്തെ അയച്ച് അർഫക്സാദ് രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നബുക്കദ്നേസർ അർഫക്സാദിനെ റാഖാവ് പർവ്വത നിരകളിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തി പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. ഇത് യൂദത്തിന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്നു. അർഫക്സാദിനെ നശിപ്പിച്ച ശേഷം സൈന്യവുമായി നിനവയിലേക്ക് പോയ നബുക്കദ്നേസർ അവിടെ എത്ര ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു? രണ്ടാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ. അലക്സാണ്ടറിന്റെ പതനത്തെ പറ്റിയുള്ള ഒരു വചനഭാഗമാണിത്. സെലൂക്കിയ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം നടത്തിയ ടോളമി രാജാവാണ് അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ നടത്തിയത്. കിലിക്കിയയിൽ വെച്ചാണ് ടോളമി രാജാവ് അലക്സാണ്ടറിനെ തോൽപ്പിക്കുന്നത്. ഈ വചനഭാഗം മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ കാണപ്പെടുന്നു. അലക്സാണ്ടറിന്റെ മരണത്തിനു ശേഷം എത്ര ദിവസമാണ് ടോളമി രാജാവ് മരണമടഞ്ഞത്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ. കൂടാര പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒക്രാന്റെ മകനായ പഗിയേൽ സമർപ്പിച്ച കാഴ്ചകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അഷേർ ഗോത്രത്തിന്റെ നേതാവാണ് പഗിയേലിന്റെ പിതാവായ ഒക്രാൻ. ഇത് സംഖ്യയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്നു. കാഴ്ചയർപ്പണത്തിന്റെ എത്രാം ദിവസമാണ് പഗിയേൽ തന്റെ കാഴ്ചകൾ സമർപ്പിച്ചത്? നാലാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ ഇവയാണ്. കർത്താവിന് ബലിയായി അർപ്പിക്കേണ്ട വസ്തുക്കളെ പറ്റിയുള്ള വിവരണമാണ് ഈ വചനഭാഗത്ത് കാണുന്നത്. മോശ വഴിയാണ് കർത്താവ് അഹറോനോടും സന്തതികളോടും സംസാരിക്കുന്നത്. ദഹനബലിക്കായുള്ള കാളയോ ചെമ്മരിയാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ ഏതാനും ദിവസങ്ങൾ നിൽക്കണം എന്നതാണ് നിയമം. ഈ വചനഭാഗം ലേവിയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്നു. ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് എത്ര ദിവസം മുതൽ കർത്താവിന് ദഹനബലിക്ക് സ്വീകാര്യമായി തീരും? അഞ്ചാമത്തെ ചോദ്യത്തിന്റെ സൂചനകൾ. സോളമന്റെ മകൻ റഹോബോവാം ഇസ്രായേലിന്റെ രാജാവായി ഭരണമേൽക്കുന്നതിനെ പറ്റിയുള്ള ബൈബിൾ ഭാഗമാണിത്. സോളമൻ രാജാവ് ഇസ്രായേൽ ജനത്തിന്റെ മേൽ വളരെയേറെ ഭാരമേറിയ നുഖമാണ് ഏൽപ്പിച്ചത്. ഇത് ലഘൂകരിച്ചു തരണമെന്ന് റഹോബാവിനോട് അവർ ആവശ്യപ്പെടുന്നതായി ഇവിടെ കാണാൻ സാധിക്കും. റഹോബോവാം ഇസ്രായേലിന്റെ രാജാവാകുന്നത് അറിഞ്ഞ നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ എത്തി.
ഇത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ കാണപ്പെടുന്നു. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും നുകത്തിന്റെ ഭാരവും ലഘൂകരിക്കണമെന്ന് പറഞ്ഞ ജനത്തോട് രെഹോബോവാം എത്ര ദിവസം കഴിഞ്ഞ് വരാനാണ് ആവശ്യപ്പെട്ടത്? പന്ത്രണ്ടാം എപ്പിസോഡിലെ 5 ചോദ്യങ്ങളും അവയുടെ സൂചനകളും നൽകിക്കഴിഞ്ഞു. ഈ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തി വചനവയൽ ക്വിസ് വേൾഡ് പരമ്പര ദിനങ്ങൾ എപ്പിസോഡ് 12 ഉത്തരങ്ങൾ 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ എഴുതി 70255 70122 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി.